സകല ലൈംഗികാതിക്രമ കേസ് പ്രതികളെയും സംരക്ഷിക്കുന്ന പാർട്ടിയായി ബി.ജെ.പി. മാറിയിരിക്കുകയാണ്. വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ ബി.ജെ.പി. എം.പിയും ഗുസ്തി ഫെഡറേഷൻ തലവനുമായിരുന്ന ബ്രിജ്ഭൂഷൺ, കർണാടകയിലെ NDA സ്ഥാനാർത്ഥിയും HD ദേവഗൌഡയുടെ കൊച്ചുമകനുമായ പ്രജ്വൽ രേവണ്ണ, ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ്, അങ്ങനെ എത്ര പ്രമുഖരാണ് പ്രതിസ്ഥാനത്ത്. സ്ത്രീകളെ ഉപദ്രവിച്ച എത്ര പരാതികൾ ഉയർന്നാലും തങ്ങൾ വേട്ടക്കാർക്കൊപ്പം തന്നെയാണെന്ന നിലപാടാണ് ബി.ജെ.പി. എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചത്. അതുതന്നെയാണ് ഈ 3 പ്രമുഖരുടെ കാര്യത്തിലും തുടരുന്നത്. നമസ്കാരം, രാഷ്ട്രീയ ഇന്ത്യയിലേക്ക് സ്വാഗതം. നാഴികയ്ക്ക് 40 വട്ടവും നാരീശക്തി ഗ്യാരണ്ടി എന്ന വീരവാദം നടത്തുന്ന മോദി അടക്കമുള്ള ബി.ജെ.പി. നേതാക്കളുടെ പൊള്ളത്തരം വ്യക്തമാക്കുന്നതാണ് ലൈംഗികാതിക്രമ കേസുകളിലെ ഈ മൗനവ്രതം. രാജ്യത്തിന്റെ അഭിമാനമായ ഗുസ്തി താരങ്ങളായ സാക്ഷി മാലിക്, ബജ്രംഗ് പുനിയ, വിനേഷ് ഫോഗട്ട് തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ നേതൃത്വത്തിൽ ബ്രിജ്ഭൂഷണെതിരെ അനേക നാൾ നീണ്ടുനിന്ന രാപ്പകൽ സമരം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് എന്തുണ്ടായി? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബ്രിജ്ഭൂഷണിന് പകരം അദ്ദേഹത്തിന്റെ മകനെ കൈസർഗഞ്ചിൽ സീറ്റ് നൽകി. രാജ്യത്തിന്റെ പെൺമക്കൾ തോറ്റുപോയി. ബി.ജെ.പി. അവരെ തോൽപ്പിച്ചു എന്നല്ലാതെ എന്തുണ്ടായി? മോദി നേരിട്ടെത്തിയാണ് ഹാസനിൽ പ്രജ്വൽ രേവണ്ണയ്ക്കായി പ്രചാരണം നടത്തിയത്. കേസ് ഉയർന്നതോടെ തങ്ങളുടെ മുന്നണിയിലെ JDS നേതാവ് HD രേവണ്ണയുടെ മകൻ കൂടിയായ പ്രജ്വലിനെ രാജ്യം വിടാനുള്ള സൗകര്യം പോലും ഒരുക്കിക്കൊടുത്തത് ബി.ജെ.പി. കേന്ദ്ര സർക്കാരാണ്. 33-കാരനായ പ്രജ്വൽ രേവണ്ണ 2976 അശ്ലീല വീഡിയോ ചിത്രീകരിച്ച് ഫോണിൽ സൂക്ഷിക്കുകയും ഏതാണ്ട് അത്ര തന്നെ സ്ത്രീകളെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്നുമാണ് പുറത്തുവരുന്ന വിവരം. കർണാടക സർക്കാർ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയ സാഹചര്യത്തിൽ കൂടുതൽ സ്ത്രീകൾ പരാതി ഉന്നയിക്കാൻ തയ്യാറായിട്ടുണ്ട്. ലൈംഗികാതിക്രമത്തിനും സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ കേസുകളിലും പ്രജ്വലിന്റെ പിതാവ് HD രേവണ്ണ നിലവിൽ അറസ്റ്റിലാണ്. അവസാനമായി പുറത്തുവന്ന ലൈംഗികാതിക്രമ കേസാണ് ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസിനെതിരായുള്ളത്. രാജ്ഭവനിലെ താത്കാലിക ജീവനക്കാരിയോട് ആനന്ദ ബോസ് 2 തവണ അപമര്യാദയായി പെരുമാറിയെന്നതാണ് കേസ്. എന്നാൽ രാജ്യത്ത് ചർച്ചയായ ഈ കേസുകളിലെല്ലാം പ്രതികൾക്ക് സുരക്ഷിതമായി വിഹരിക്കാൻ വേണ്ട എല്ലാ സൗകര്യവും ഒരുക്കി പീഡകരുടെ അഭയകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ബി.ജെ.പി. സ്ത്രീ സുരക്ഷയിൽ അടക്കം പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്ന ബി.ജെ.പിയിൽ നിന്നും പീഡകരെ നിയമത്തിന് മുൻപിലേക്ക് വിട്ടുകൊടുക്കുമെന്നത് പ്രതീക്ഷിക്കുന്നതേ ശരിയല്ല. എല്ലാ ക്രിമിനലുകൾക്കും അഭയകേന്ദ്രമായി മാറുന്ന ബി.ജെ.പിക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഒരു താക്കീതായി മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.